ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. കേരള രാഷ്ട്രീയ രംഗത്ത് ചില പുതുപ്രവണതകൾ മുളപൊട്ടുന്നതിൻ്റെയും അത് ജനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെയും വളരെ ചെറിയ സൂചനകൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടു. ചില പ്രാദേശിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ കൈവെടിഞ്ഞ് ചില കൂട്ടായ്മകൾ പലയിടത്തും വിജയിച്ചു. ആ കൂട്ടായ്മകളിൽ ചിലതിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഇക്കുറി ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് അന്വേഷിക്കുന്നു. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലെ 2020 എന്ന കൂട്ടായ്മ 19-ൽ 17 വാർഡും പിടിച്ചടക്കി വൻ വിജയം കൈവരിച്ചു. ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ ജീവകാരുണ്യ ഫണ്ടിൻ്റെ വിനിയോഗത്തിലൂടെ വളർത്തിയെടുത്തതാണ് കിഴക്കമ്പലത്തിലെ ഈ കൂട്ടായ്മ. വ്യവസായ സ്ഥാപനത്തിൻ്റെ താൽപ്പര്യത്തിനു വേണ്ടി വളർത്തിയെടുത്തതാണ് ഈ കൂട്ടായ്മ എന്ന വിമർശം നിലനിൽക്കുമ്പോഴും ഈ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ഒപ്പം നിർത്തിയെന്ന് 2020ക്ക് അവകാശപ്പെടാം. 3 വർഷം മുൻപാണ് 2020 കിഴക്കമ്പലം എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം തുടങ്ങിയത്. ചികിത്സാ സഹായം, വിദ്യാഭ്യാസ ആനുകൂല്യ വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഈ ട്രസ്റ്റ് സമൂഹത്തിൽ ഇടപെട്ടു തുടങ്ങി. പിന്നീട് ഉപഭോക്താക്കൾക്കുള്ള കാർഡുകൾ വിതരണം ചെയ്ത് അവശ്യ സാധനങ്ങൾ വിപണി വിലയിലും കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തു വരുന്നു. കാർഷിക മേഖലയിലേക്കും 2020 പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഇതോടെ 2020 പഞ്ചായത്തിലെ ഭൂരിപക്ഷം വീടുകളിലെയും സജീവ സാന്നിധ്യമായി. കിറ്റെക്സ് കമ്പനി ഉടമകളാണ് ഇതിനാവശ്യമായ പണം മുടക്കിയത്. 2020 ഇന്ത്യയിലെ 2,73,000 പഞ്ചായത്തുകളിൽ ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ 2020 എന്ന കൂട്ടായ്മ ഉണ്ടാക്കിയത്. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ 2.5 വർഷക്കാലം ഞങ്ങൾ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി. വീടില്ലാത്തവർക്ക് വീട്, കക്കൂസ്, കുടിവെള്ളം, അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കിയത്. സാധാരണക്കാരുടെ വിഷമതകൾ മനസ്സിലാക്കാതെ കുറച്ച് ആളുകൾക്ക് മാത്രം ഒരു ചെയ്തു കൊടുക്കുന്ന ഒരു രീതി വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും 2020യുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വിജയിക്കാൻ കാരണം. ഞങ്ങൾ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ വ്യവസായം വളർത്തിയെടുത്ത ആളുകളാണ്. അപ്പോൾ എൻ്റെ ഫാദറായിട്ട് തന്നെ ഇവിടെ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ നാടും വളരണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനായിരുന്നു. അദ്ദേഹം പലതും തുടങ്ങി വെച്ചു. പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതി ഇതിന് അനുകൂലമല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനൊരു അനുകൂല സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മക്കളായിട്ടുള്ള 2 പേരും അത് ഏറ്റെടുത്തു. നാട്ടുകാരെ നിശബ്ദമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അതായത് ആദ്യം പുള്ളിക്കാരൻ ഒരു 2020 എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. അതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുത്തിയത്. എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആട്, കോഴി അതുപോലെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ആദ്യം ചില കുടുംബങ്ങൾക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു കാർഡ് കൊടുത്തു. സാധാരണ നമ്മുടെ നാട്ടിൽ റേഷൻ കാർഡുണ്ട്, അതേപോലെ തന്നെ ആധാർ കാർഡുണ്ട്, തിരിച്ചറിയൽ കാർഡുണ്ട്, ഇതേപോലെയുള്ള കാർഡ്. കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 എന്ന് പറയുന്ന ഒരു കാർഡും കൂടി ഇവിടെ സ്പെഷ്യലൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 2020 എന്ന് പറയുന്ന ആ കാർഡുള്ള ആളുകൾക്ക് മാത്രം ഈ ഫണ്ട് കൊണ്ട് കൊടുക്കുന്നു. അതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു, അതേപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്ത് ആളുകളെ ക്യാൻവാസ് ചെയ്ത് കൂട്ടിയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിൽ അധികാരം പിടിച്ചിട്ടുള്ളത്. 1.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഏതാണ്ട് 28 കോടി രൂപ മുടക്കി കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSRലും നിൽക്കുന്ന ഫണ്ടല്ല അത്. അപ്പോൾ ഇനിയിപ്പോൾ 300 കോടി രൂപ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ മറ്റുള്ള പുറമേയുള്ള ഏജൻസികളിൽ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്തി അതിനുള്ള ഇത് ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ്. പണം മുടക്കുന്നത് ഞാനാണ്. ഞാൻ പറയണം, അങ്ങോട്ട് കേട്ടാൽ മതി. ഈ ചെന്നിരിക്കുന്ന ആളുകളൊക്കെ എന്ന് വെച്ചാൽ അടിമകളാണെന്ന് സ്വയം അവർ തന്നെ വരികയാണ്. ഈ അടിമത്ത മനോഭാവത്തിലേക്ക് കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനങ്ങളെ കൊണ്ടുവരുന്നതിനോട് CPMനോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ യോജിപ്പില്ല. ഇത് കിറ്റെക്സ് കമ്പനിയിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലമാണ്. പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാലിന്യ പ്രശ്നം രൂക്ഷവുമാണ്. 19 വാർഡുകളിൽ 17ലും 2020 വിജയിച്ചപ്പോൾ ഈ 2 വാർഡുകളിലും തോറ്റു. മലിനജലം ശുദ്ധീകരിക്കാൻ കമ്പനി കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും പരക്കെ പരാതിയുണ്ട്. സമീപ പ്രദേശങ്ങളിലെ കൃഷിയെയും ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. കിറ്റസ് ഗാർമെൻറ്റ്സ് കമ്പനിയിലെ മലിനജലം പുറത്തേക്ക് വരുന്നു. അവിടെ ഒരു ബ്ലീച്ചിങ് ഡൈയിങ് യൂണിറ്റ് വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് വരുന്ന മലിനജലം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന
ആ ബുദ്ധിമുട്ടിനേക്കാൾ അല്ലെങ്കിൽ രോഗത്തേക്കാൾ 100 മടങ്ങിറങ്ങി രോഗം കിഴക്കമ്പലം പഞ്ചായത്തിന് സമീപ പഞ്ചായത്തുകൾക്കും രോഗം പടർത്തുന്ന മാരകമായ മാലിന്യം പുറത്തു വരുന്നു. കമ്പനി ഇരിക്കുന്ന 2 വാർഡാണ്, ഒന്ന് ചേലക്കുളവും കാവുങ്ങൽപ്പറമ്പും. ആദ്യമായിട്ട് പറയാനുള്ളത് എന്തുകൊണ്ട് അവരവിടെ ജയിച്ചില്ല, അതാണ് നമ്മളിപ്പോൾ കേരളം ഇവിടെ ചർച്ച ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം. ഈ കമ്പനി ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഈ 2 താഴത്തേക്കും ശക്തമായ മലിനീകരണ പ്രശ്നം തന്നെ അവിടെയുണ്ട്. ഒരു സൈഡിലേക്ക് ബാത്റൂം വേസ്റ്റുകൾ മാത്രം തള്ളുന്നു, ഒരു സൈഡിലേക്ക് ബ്ലീച്ചിങ് വാട്ടറുകൾ മാത്രം തള്ളുന്നു. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെങ്കിലും പക്ഷേ ഇത് ഒരു ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഒരു മാത്രം കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഈ പൈപ്പ് അടയ്ക്കും, എന്നിട്ട് വരും ഞങ്ങൾ വെള്ളം പുറത്തേക്ക് വിടണില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു വ്യവസായശാലയുടെ ഉടമസ്ഥർ സ്വന്തം പണം മുടക്കി ഒരു നാട്ടിൽ സാമൂഹ്യ സേവനം നടത്തുകയും അതിനായി രൂപീകരിച്ച സംഘടന പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമാണ്. ജനങ്ങൾ വോട്ട് ചെയ്തു തന്നെയാണ് ഇത് സാധ്യമാക്കിയത് എങ്കിലും ജനാധിപത്യം കോർപ്പറേറ്റുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൻ്റെ ഉദാഹരണമായും ഇതിനെ വ്യാഖ്യാനിക്കാം.